ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. അതിനായി ഞാനിവിടെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ ഇതേപോലെ നാലായി മടക്കിയിട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത് വെച്ചാൽ, ഈ പേപ്പർ ഒരു ക്ലോത്തായിട്ട് സങ്കല്പിക്കുക. നമുക്ക് ഇതേപോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിടുക. രണ്ട് എൻഡുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് മടക്കിയിടുക, വീഡിയോയിൽ കാണുന്നത് പോലെ. അതിനുശേഷം താഴോട്ടേക്ക് ഇതേപോലെ ഒന്നുകൂടി മടക്കിയിടുക. ഇങ്ങനെയാണ് ഞാൻ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ നിന്ന്, അതായത് ക്ലോത്തിൻ്റെ ഏറ്റവും മേലത്തെ പോയിൻറ്റിൽ നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 38 ഇഞ്ചാണ് തയ്യൽ തുമ്പോട് കൂടി എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് നമുക്ക് ഫ്രില്ലിന് വേണ്ടി പീസ് വയ്ക്കാനും കൂടിയാണ്. അങ്ങനെ 1 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തത്. അങ്ങനെ 38 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ആ ലൈൻ ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ച് എടുക്കുക. ഞാനിവിടെ നൈറ്റി ആയതുകൊണ്ടാണ് 3 ഇഞ്ച് എടുത്തത്. അത്യാവശ്യം ലൂസിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഷോൾഡറായിട്ട് ഞാൻ 4 ഇഞ്ച്, അതായത് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് അളക്കുകയാണെങ്കിൽ 7 ഇഞ്ച് ഷോൾഡർ എടുത്ത്, അതിനുശേഷം ആം ഹോളായിട്ട് 7 ഇഞ്ച്, അവിടെ നിന്നും നമ്മുടെ ചെസ്റ്റ് ലൈൻ വരക്കുക. ചെസ്റ്റ് ഞാൻ 9 + 1/2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് വേസ്റ്റ് ലെങ്ത് ആയിട്ട് 13.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 14 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 13.5 മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട് 8.5 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ചും എക്സ്ട്രാ എടുത്ത്, പിന്നെ കുറച്ച് ലൂസും കൂടി ആഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഒരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ശേഷം ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഈ പോയിൻറ്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ആം ഹോൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ചുരിദാർ ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരക്കുകയൊന്നും ചെയ്യുന്നില്ല. ഏകദേശം 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്ക് നമുക്ക് ഒരു 5.5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. അതൊന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ യു നെക്കാണ് കൊടുക്കുന്നത്. ആ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ കോർണറിലേക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് വെച്ചിട്ട് ക്രോസ് ആയിട്ട് വരച്ചെടുക്കുക. ഇതേപോലെയാണ് നമ്മൾ എ ലൈൻ ഫ്രോക്കും എ ലൈൻ ചുരിദാറൊക്കെ തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇതേപോലെ ഒന്ന് വരച്ചെടുത്ത്, അതിന് ശേഷം നമുക്ക് താഴെ നിന്ന് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് മേലോട്ടേക്കായിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ പോയിൻറ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. കർവ് ചെയ്ത് സെൻറ്ററിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നത് ആ ഒരു പീസാണ് ഞാൻ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഷോർട്ട് ലെങ്ത്തേ വേണ്ടുമെങ്കിൽ ആദ്യം അനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. പിന്നീട് നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് താഴെയായിട്ട് ഒരു 1.5 ഇഞ്ച് പോയിൻറ്റ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ആ പോയിൻറ്റിലേക്ക് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ആം ഹോൾ ഷേപ്പാക്കി എടുക്കുന്നത്. അതിനാണ് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത്, അതായത് നമ്മുടെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് ഈ 2 പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൽ ആം ഹോൾ എത്രയാണ് കിട്ടുന്നതെന്ന് ഇതേപോലെ ടാപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കുക. ഇവിടെ എനിക്ക് 9.25 ഒരു പോയിൻ്റാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ സ്ലീവിലും ആം ഹോൾ അതേ അളവ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ സ്ലീവിലും നമുക്ക് 9.25 ഒരു പോയിൻ്റാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് താഴ്ത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മാർക്കിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ശേഷം ആം ഹോൾ ഷേപ്പ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. താഴെ ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കുക. ഷോൾഡർ ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. ഇതേ മാർക്കിങ്ങിൻ്റെ ഇതിലേക്ക് കൂടി തന്നെ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലീവ് കട്ടിങ് പൂർത്തിയായതിനു ശേഷം നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കട്ടിങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പീസാണ് ബാക്കി ഉണ്ടാവുക. അതൊന്ന് ലെവലാക്കി എടുക്കുക.
ഇനി നമുക്ക് താഴെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ക്ലോത്ത് വേണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 6 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചോട് കൂടി 7 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് ക്ലോത്താണ് എടുക്കുന്നത്. സോറി, ഒരു പീസല്ല, ഫ്രില്ലിന് ഇടാൻ ആവശ്യമുള്ള ക്ലോത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് 2 ഫോൾഡ് ക്ലോത്ത് ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്ലോത്തിൽ എത്ര കിട്ടുന്നുണ്ടോ ഫ്രില്ലിന് വേണ്ടിയിട്ട് അതനുസരിച്ച് ഞാൻ എടുക്കുകയാണ്. ഇതേപോലെ വീണ്ടും ഒന്നും കൂടി താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ പീസ് ക്ലോത്ത് കൂടി ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പം നമുക്ക് ടോട്ടൽ 4 പീസ് ക്ലോത്താണ് ഫ്രില്ലിന് വേണ്ടി ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ലാസ്റ്റ് നമുക്ക് കിട്ടിയ കുറച്ച് ക്ലോത്തിൽ നിന്ന് ബാൻഡിനുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ വിഡ്ത്ത് പറയുന്നത് 3 ഇഞ്ചും ലെങ്ത്ത് ഞാൻ ഒരു 23-24 ഇഞ്ച് ലെങ്ത്തിലാണ് പീസ് കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ 2 പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ക്രോസ് പീസിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ബാക്കി വന്ന പീസിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഇതേപോലത്തെ 2 പീസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അത് ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ക്രോസ് ആയിട്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സ്കെയിലോട് ആദ്യം ഒന്ന് ക്രോസ് ആയിട്ട് വരക്കാം. അതിനുശേഷം 1.5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ലൈൻസുകൾ ജോയിൻ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിംഗ് പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.